ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളിൽ PCODs അതുപോലെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും വളരെ കൂടുതലാണ്. അതവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ആണോ? ലൈക്ക് ഇപ്പം അവരുടെ ഡയറ്റൊക്കെ വളരെ വ്യത്യാസമാണ്. പണ്ട് കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്ഷണ രീതിയല്ല, പണ്ടത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരീരപ്രകൃതിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ അവർ ശ്രദ്ധിക്കേണ്ടത്? ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ കണ്ടുവരുന്നതും ഒരു വെസ്റ്റേൺ പോപ്പുലേഷൻ്റെ പോലെയുള്ള അസുഖങ്ങളാണ്. ഉദാഹരണത്തിന് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാളും നമുക്കാണ്, കേരളത്തിലാണത് കൂടുതൽ. അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ വരുന്ന ഇങ്ങനത്തെ ഇഷ്യൂസ്, ഹോർമോണൽ പ്രോബ്ലംസ് എല്ലാം കേരളത്തിലെ മലയാളികളായ സ്ത്രീകൾക്ക് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കാണപ്പെടാറുണ്ട്. പോളിസിസ്റ്റിക് ഒവറിൻ സിൻഡ്രോം, എൻഡോമെട്രിയോസിസ്, ഇതൊക്കെ നമ്മുടെ സ്ത്രീകളിലും വളരെ കോമൺ ആയിട്ടൊന്ന് കണ്ടുവരുന്നതാണ്. ഒരു കാരണം എന്ന് പറയുന്നത് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഡയറ്റിൻ്റെ വ്യത്യാസമാണ്. രണ്ടാമത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, നമ്മൾ പുറത്തു പോയി പണിയെടുക്കുന്നില്ല, നമ്മുടെ ആഹാര രീതി വ്യത്യാസമാണ്. അതിൻ്റെയൊക്കെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ കടന്നുകയറ്റമുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കപ്പെടുന്നതും വളരെ കൂടുതലാണ്. ഇപ്പോൾ ആർത്തവ ക്രമക്കേടുകൾ വരികയാണെങ്കിൽ തന്നെ അവരൊരു ഹോസ്പിറ്റലിൽ വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണാറുണ്ട്. വളരെ നേരത്തെ തന്നെ പോളിസിസ്റ്റിക് ഒവറിൻ സിൻഡ്രോമും എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നു. അതും ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. രണ്ടാമത്തേത് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത്, അത് വളരെ ചെറുപ്പത്തിലേ തന്നെ, കുഞ്ഞുങ്ങളിലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഒരു പോളിസി ആയിട്ട് തന്നെ അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളതാണ്. നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുക എന്നുള്ളതാണ്. കായിക സ്പോർട്സിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുക. കുഞ്ഞുങ്ങളിൽ, പെൺകുട്ടികളിലാവട്ടെ അങ്ങനെയുള്ള കളികളിൽ അവരെ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ ആഹാര രീതിയും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അവരുടെ വെയിറ്റ് ഗെയിൻ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. അമിത വണ്ണത്തിലോട്ട് അവർ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. അവരുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയും അതൊരു ഡോക്ടറുടെ മസ്റ്റായിട്ട് സേവനം പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. ഇപ്പം ഇൻഫെർട്ടിലിറ്റിയും ഇത് പറഞ്ഞ പോലെ കൂടുതലാണ്. അപ്പം അതിന് കാരണവും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണോ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള കാരണം? ഇതോടൊപ്പം തന്നെ മറ്റൊരു പോകുന്ന വേറൊരു ആസ്പെക്റ്റും കൂടെയുണ്ട്, മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് മുന്നേ കാണുമായിരുന്നു. പോളിസിസ്റ്റിക് ഒവറിയൻ സിൻഡ്രോമും എൻഡോമെട്രിയോസിസും കൂടുന്നതോടൊപ്പം തന്നെ പുരുഷന്മാരിലെ വന്ധ്യതയും ഒരുപാട് കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. സെമനിൽ, അതായത് ബീജത്തിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ 40% തന്നെ പുരുഷന്മാരിലും വന്ധ്യതയുണ്ട്, 40% തന്നെ സ്ത്രീകളിലും വന്ധ്യതയുണ്ട്. ഇത് എല്ലാം ഒരു കളക്റ്റീവ് പ്രശ്നം തന്നെയാണ്. രണ്ടിൻ്റെയും കാരണം ഡിഫറെൻ്റ് ആണോ, സ്ത്രീകളിലും പുരുഷന്മാരിലും ഇങ്ങനെ ഉണ്ടാവാൻ? അതെ, തീർച്ചയായിട്ടും. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഒവറിൻ സിൻഡ്രോമാണ് ഒരു മെയിൻ പ്രശ്നം. ആർത്തവ ക്രമക്കേടുകളാണ് രണ്ടാമത്തെ പ്രശ്നം. എൻഡോമെട്രിയോസിസ് മൂന്നാമത്തെ. ട്യൂബൽ ബ്ലോക്കുകൾ, അങ്ങനെയുള്ള കാരണങ്ങളാണ്. പുരുഷന്മാരിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സെമൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ബീജത്തിലുണ്ടാകുന്ന കൗണ്ടിൻ്റെ കുറവ്, ചലനത്തിൻ്റെ കുറവ്, മോർഫോളജി ക്വാളിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം. ചിലർക്ക് അസൂസ്പെർമിയ പോലുള്ള അവസ്ഥയായിരിക്കാം, തീരെ ചലനമുള്ള ബീജങ്ങളില്ലാത്ത അവസ്ഥയായിരിക്കാം. അതാണ് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ. ഓക്കെ, നമ്മുടെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ചൊന്ന് പറയാമോ? ഏറ്റവും സിമ്പിളായിട്ട് അതിനെ പറയുക എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഏത് ഫുഡും ഹെൽത്തിയാണ്, അങ്ങനെയുള്ളത് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ഫ്രഷ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, അച്ഛനും അമ്മയും ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റീഹീറ്റ് ചെയ്യുന്നത് അതായിരിക്കും പിന്നീട് ഉപയോഗിക്കുന്നത്. അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കഴിയുന്നതും ഒഴിവാക്കുക. ഇതോടൊപ്പം തന്നെ എക്സസൈസ്, കുഞ്ഞുങ്ങളിൽ തൊട്ടേ വീട്ടിലെ എല്ലാവരും, കുഞ്ഞായാലും വലുതായാലും എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിലുള്ള എക്സസൈസ്, അവർക്ക് ഫിറ്റാവുന്ന രീതിയിലുള്ളൊരു എക്സസൈസ് അവരുടെ ദിനചര്യയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അതുപോലെയുള്ള ഫോണിൻ്റെ അഡിക്ഷൻസ് കുറയ്ക്കുക. ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുകയില്ല, എത്ര സമയം വേണമെങ്കിലും നമുക്ക് ആ ഫോൺ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും, മണിക്കൂറുകൾ പോലെ. അത് നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മളൊന്നും എക്സസൈസോ ഒന്നും ചെയ്യാതെ ഈ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ഒരു ഫോണിന് മസ്റ്റായിട്ട് സ്ക്രീൻ ടൈം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഈ സമയത്ത് TV കാണാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സ്ക്രീൻ ടൈം നിഷ്കർഷിച്ചതിന് ശേഷം
ബാക്കി സമയങ്ങളിൽ അവർക്ക് കായികപരമായിട്ടുള്ള സ്പോർട്സുകളിലോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവരെ ചെയ്യിപ്പിക്കുക, ഇൻഡോറും ഔട്ട്ഡോറും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുക. അതോടൊപ്പം തന്നെ മെൻസ്ട്രൽ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പെൺകുട്ടി അവളുടെ ആർത്തവ സമയത്ത് എങ്ങനെയാണ് അത് അവളുടെ ബോഡി ക്ലീൻ ചെയ്യുന്നത് അതും നമ്മൾ പറഞ്ഞു കൊടുത്ത്, ഇന്ന് സ്കൂളുകളിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്, അതെല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം കുട്ടികൾ ജനിച്ച് വീഴുന്ന ഉടനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ബൈ ബർത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതിപ്പം തിരിച്ചറിയാൻ എന്താണ് മാർഗം? ഒരു പരിധി വരെയുള്ള അസുഖങ്ങളെല്ലാം ഇപ്പോൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. ഇന്ന് 3D സ്കാൻ വരെ അവൈലബിൾ ആണ്. അനോമലി സ്കാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 3 മാസത്തിലത്തെ NT സ്കാൻ എന്ന് പറയും, 12 വീക്സിൽ ചെയ്യുന്ന NT സ്കാൻ, അതിനുശേഷം ചെയ്യുന്ന അനോമലി സ്കാൻ, 20 വീക്സിൽ ചെയ്യുന്ന അനോമലി സ്കാൻ, ഈ സ്കാനുകളിലൂടെയൊക്കെ ഏകദേശം ഒരു 90% സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ചില ഫങ്ഷണൽ പ്രശ്നങ്ങൾ നമുക്ക് അറിയണമെന്നില്ല, അത് ഡെലിവറിക്ക് ശേഷം മാത്രമായിരിക്കും നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പീഡിയാട്രിഷ്യൻ്റെ ഒരു ചെക്ക് ഉണ്ടാവും. ജനിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പീഡിയാട്രിഷ്യൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഭാഗത്തുനിന്നും കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യണം. ഉദാഹരണത്തിന് പേരൻസ് കുഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ യൂറിൻ പാസ് ചെയ്തോ എന്നുള്ളത്, 24 മണിക്കൂറിനുള്ളിൽ മോഷൻ പാസ് ചെയ്തോ, മോഷൻ്റെ കളർ എന്താണ്, ഇതൊക്കെ നമുക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. കാഴ്ച പരിശോധന ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിനും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ കുഞ്ഞ് ജനിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ കേൾവിയും പരിശോധിക്കാറുണ്ട്. അപ്പോൾ മേജർ ഒരുവിധമുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ക്രീൻ ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണെന്നുള്ളതും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ആസ് എ പേരൻസ് ഉറപ്പാക്കേണ്ടതാണ്. അപ്പം സാധാരണക്കാർക്ക് ഇത് ആക്സസിബിൾ ആണോ? എല്ലാവർക്കും, ഇപ്പോൾ ഈവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. നമ്മളത് അറിഞ്ഞിരിക്കണം. ചിലരത് ചെയ്യുന്നതൊന്നും ഇവരറിയണം എന്ന് പോലും ഇല്ല. അതെല്ലാം ചെയ്തിട്ട് ആ റെക്കോർഡ്സിലെല്ലാം നോർമൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആസ് പേരൻസ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. ഇതിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി, ഈ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ശതമാനം നമുക്ക് കേൾവിക്കുറവ് വരാം എന്നൊക്കെയുള്ളതിനെ കുറിച്ചും കൂടി ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ, പെൺകുട്ടികൾക്ക് പീരിയഡ് ക്രാംസ് ഭയങ്കര കൂടുതലാണ്. അതെന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ജനറേഷൻ? കാരണം നമ്മുടെ അമ്മൂമ്മമാർക്കും എല്ലാം ഉണ്ടായിരുന്നൊരു കാര്യമാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ ഒന്ന് നേരത്തെ പീരിയഡ്സ് ആവുന്നു, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പീരിയഡ് ക്രാംസ്, മൂഡ് സ്വിങ്സ്, ആ സമയത്തുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന അവരുടെ അറ്റ്മോസ്ഫിയർ, എന്തൊക്കെയായിരിക്കും അതിന് കാരണം എന്ന് പറയുന്നത്? വളരെ കറക്റ്റാണ്. മുമ്പ് ഉള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ആർത്തവം വരുമ്പോഴേക്കും പലപ്പോഴും നമ്മുടെ അമ്മമാരുടെയൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചിലപ്പോൾ ആ സമയത്ത് അവരൊന്ന് സ്കൂളിൽ പോലും വിടുന്നുണ്ടാവില്ല. ആ 5 ദിവസം അവരെ വീട്ടിൽ തന്നെ വേറൊരു മുറിയിലായിരിക്കും. ചില സൊസൈറ്റികളിലൊക്കെ അവരെ വീട്ടിൽ നിന്ന് പുറത്ത് മറ്റൊരു മുറിയിലോട്ടോ മറ്റൊരു ചേടുന്ന ഒരു അപ്പോൾ അത് ഒരു തരത്തിൽ നോക്കിയാൽ അവർ ആ സമയത്ത് 100% റെസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ വേറെ ആക്ടിവിറ്റീസിലൊന്നും ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളിപ്പോൾ അങ്ങനെയല്ല. അവർ നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവർ പഠിക്കാൻ പോകുന്നുണ്ട്, അവർ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ മുമ്പത്തെ ഒരു തലമുറയെക്കാളും ഇപ്പോഴും എന്തുകൊണ്ടും ഈ ഒരു തലമുറയിലാണ് കുറച്ചും കൂടെ മെൻസ്ട്രൽ ഹൈജീനൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതും അത് കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് പോകുന്നതും ഈ തലമുറയിലായിരിക്കും. പിന്നെ എന്തുകൊണ്ട് കൂടുതൽ എന്നുള്ളത്, ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, രണ്ടാമത്തത് ഡയറ്റ്, മൂന്നാമത്തത് എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കാണാറുണ്ട്. പ്യൂബർട്ടൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു അസുഖം തന്നെയുണ്ട്. അസുഖങ്ങൾ ഇങ്ങനെ വരാൻ കാരണം എന്താണ്? അത് നമ്മുടെ തീർച്ചയായിട്ടും മാറുന്ന ഒരു ജീവിതശൈലിയുടെ ഭക്ഷണക്രമത്തിൻ്റെയും ജീവിതശൈലിയുടെയും മാറ്റം കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയുള്ള അസുഖങ്ങളുണ്ടോ അതാണോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എൻഡോമെട്രിയോസിസ് ഉണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ എന്നുള്ളതും കൂടെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ പീരിയഡ് ക്രാംസും എൻഡോമെട്രിയോസിസ് ആണ് എന്നല്ല, 10% അത് കാരണം ഉണ്ടാവാറുള്ളൂ. ബാക്കി 90% പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു ഡിസ്മെനോറിയാണ്. അത് ചിലപ്പോൾ ചെറിയ ടിപ്സ് കൊണ്ട്, ഉദാഹരണത്തിന് ചിലപ്പോൾ റെസ്റ്റ് എടുത്താൽ ചിലർക്ക് മാറാറുണ്ട്.
ഒരു ഹോട്ട് ബാഗ് വയറിനുള്ളിൽ വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ തന്നെ മാറാറുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രം വേദന സംഹാരികളുടെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ പക്ഷേ പരക്കെയുള്ളൊരു തെറ്റിദ്ധാരണ, വൺസ് ഒരു വേദന സംഹാരി ഗുളിക എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ല. അത് ആ ഒരു ടാബ്ലറ്റിൻ്റെ ചിലപ്പോൾ ആവശ്യമേ വരുള്ളൂ. അത് ആ ഒരു സമയത്ത് എടുത്താൽ തന്നെ മാറും. അടുത്ത പീരീഡ്സും തുടർന്നും ജീവിതകാലം മുഴുവൻ അങ്ങനെ എടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ഒരു ടാബ്ലറ്റ് എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിന് ദോഷങ്ങളൊന്നും വരാനില്ല. അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും എന്നൊക്കെ വളരെയധികം അമ്മമാർ പറയാറുണ്ട്. അങ്ങനെയൊന്നും ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് വരില്ല. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും വരാത്ത, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ടാബ്ലറ്റ് നമ്മൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഒരു കുഞ്ഞു അങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വേദന സംഹാരി ഗുളികകൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പീരീഡ്സിനെ ബാധിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ആർത്തവം ക്രമീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം പിൽസും കൂടെയാണ്. അത് എടുത്തതുകൊണ്ട് ആർത്തവത്തിന് ക്രമക്കേടുകൾ വരില്ല. പക്ഷേ പ്രൊലോങ്ഡ് ആയിട്ട് ഇപ്പോൾ 6 മാസത്തിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സ് ഡിലേയ്ഡ് ആയിട്ട് വരാം, ചെറിയൊരു ഇറഗുലാരിറ്റി വരാറുണ്ട്. പക്ഷേ അതൊരു 3 മാസം 4 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ നോർമൽ ആവാറുണ്ട്. ഓക്കെ. ഇപ്പോൾ കൂടുതലും യങ്സ്റ്റേഴ്സിൽ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈസിലി അവൈലബിൾ ആണ് ഈ പിൽസ് എന്ന് പറയുന്നത്. അപ്പം നിയമപരമായിട്ട് അങ്ങനെ ഒരു അനുവാദം അവർക്ക് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ വേണോ അതിന്? പിൽസ് എന്ന് പറഞ്ഞാൽ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, അത് നമ്മളൊരു കോൺട്രസെപ്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഗർഭധാരണം പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അതിനൊരു തെറാപ്യൂട്ടിക് വശം കൂടിയുണ്ട്. പലതരം പോളിസിസ്റ്റിക് ഒവറിൻ സിൻഡ്രോം, എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അസുഖങ്ങളിലും നമ്മൾ അതിനൊരു പരിഹാരമായിട്ട് കൊടുക്കുന്ന ടാബ്ലറ്റ്സാണ് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി എല്ലാ മെഡിസിൻസും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും പ്രിസ്ക്രിപ്ഷൻ പ്രകാരവും എടുക്കുന്നതാണ് നല്ലത്. ഈവൻ അത് കോൺട്രാസെപ്ഷൻ ആണെങ്കിൽ പോലും അതെപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതായിരിക്കാം നല്ലത്. ഓക്കെ. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു അഡ്വൈസ് പോലെ, അതായത് അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും സോഷ്യൽ മീഡിയ ആണ് ഡിപ്പെൻഡ് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കുക, യൂട്യൂബ് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾ ഏറ്റവും ന്യൂ ജനറേഷനിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ഇപ്പം നിങ്ങളുടെ വിരലുകളിലാണ്. അപ്പോൾ അത് വളരെ വൈസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇന്ന സമയത്ത് ഫോണോ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ 2 വശങ്ങളും കാണുന്നതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. അത് മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യപ്പെടരുത് എന്നുള്ളത്. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടേതായ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയപ്പെടാനുള്ളൊരു ഗുഡ് ഹ്യൂമനായിട്ട് നമ്മൾ വലുതാവണം. നമ്മൾ ആ രീതിയിൽ വേണം മെച്ചുവർ ആവണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഡോക്ടറുടെ അടുത്ത് ഒരുപാട് രോഗികൾ പല പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിൽ, അതായത് ഒരു ഇൻ ബിറ്റ്വീൻ 18 to 25 അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിനിടയിൽ വരുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തായിരിക്കും ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ? കൗമാരക്കാരിൽ ഏറ്റവും കൂടുതൽ ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു പിമ്പിൾ പോലും ഒരു പ്രശ്നമാകും. ഒരു പിമ്പിൾ വരുമ്പോൾ പോലും ചിലപ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം തന്നെ കുറഞ്ഞു എന്ന് വരാം. അതോടൊപ്പം ആർത്തവക്രമക്കേടുകൾ വളരെ ഒരു പ്രശ്നമാണ്. അവർക്ക് അറിയില്ല ഏതാണ് നോർമൽ ഏതാണ് അബ്നോർമൽ എന്നുള്ളത് അറിയില്ല. അതോടൊപ്പം മെൻസ്ട്രൽ ഹൈജീൻ നമ്മൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ പോലും, ഈവൻ പീരീഡ്സിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ സംസാരിക്കണം എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും അതൊക്കെ തുറന്ന് പറയാനുള്ളൊരു വേദി അവർക്ക് ഉണ്ടാവണം. തുറന്ന് പറയാൻ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. ഒരു ടീച്ചറാവട്ടെ, നമ്മുടെ വീട്ടിലെ പാരൻസ് ആവട്ടെ, ഈവൻ ഡോക്ടേഴ്സ് ആയാലും അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. അവരുടെ മോസ്റ്റ് കോമൺ പ്രോബ്ലംസ് ഇതൊക്കെയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ വിസ്മരിക്കപ്പെടാതെ പോകരുത്, അഡിക്ഷൻസ് ഇപ്പോൾ വളരെ കോമൺ ആണ്. എല്ലാ രീതിയിലുള്ള ഡ്രഗ് അഡിക്ഷൻസും സോഷ്യൽ മീഡിയ അഡിക്ഷൻസും ഒക്കെ ഈ സമയത്ത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരുപാട് പേര് അങ്ങനെയും പറഞ്ഞിട്ട് വരാറുണ്ട്. കഴിയുന്ന പേരൻസാണ് അങ്ങനെ വരുന്നത്. സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെന്ന് പറയാറുണ്ട്, ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്, അതെങ്ങനെ അതിൽ നിന്ന്. അപ്പോൾ അതിനൊക്കെ അവർക്കൊരു കറക്റ്റായിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ ഈസിലി സ്കൂൾ ഹെൽത്ത് നേഴ്സുണ്ട്, ടീച്ചേഴ്സിനറിയാം. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഓക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും പണ്ടത്തെ പോലെ 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിപ്പിക്കുക, 19ാമത്തെ വയസ്സിൽ കുട്ടിയാവുക, ഒരു ഹെൽത്തി പ്രഗ്നൻസി ആ സമയത്ത് പോസിബിൾ ആണോ?
ഒരിക്കലുമല്ല. അഡോളസെൻ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ടീനേജിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസീസ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയമാണ്. കാരണം നമ്മുടെ ബോൺ ഗ്രോത്ത് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഹോർമോണലി ഒരുപാട് ഇംബാലൻസിൽ നിൽക്കുന്നൊരു സമയമാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് പോലും കംപ്ലീറ്റ് ആയി വരുന്നൊരു സമയമാണ്. നമുക്ക് ഒരുപാട് ശാരീരികവും മാനസികവും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് ചലഞ്ചസിലൂടെയും കടന്നു പോകുന്നൊരു സമയമാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ടീനേജ് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു അബോഷൻസിന് സാധ്യതകളേറെയാണ്. ഉണ്ടാകുന്ന കുഞ്ഞ് പ്രീടേം പ്രഗ്നൻസി ആവാം, അമ്മയ്ക്ക് അനീമിയ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നൊരു സമയമായിരിക്കും. അപ്പോൾ അഡോളസെൻ്റ് പ്രഗ്നൻസി ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് ഒരു 22 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 21 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ആയിരിക്കും. അതുപോലെ തന്നെ പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കും കുറച്ചും കൂടെ അഭികാമ്യം. സോ ഇത് കൂടുതലായിട്ടും പേരൻസ് ഫോഴ്സ്ഡ് മാരേജിലായിരിക്കും കൂടുതലായിട്ടും ഇത് കണ്ടുവരാം. അങ്ങനെയുള്ള പേരൻസിൻ്റെ അടുത്ത് എന്തായിരിക്കും പറയാനുണ്ടാവും? മാരേജ് ഏജ് ഡിലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. ആദ്യം അവർക്ക് വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുന്ന സമയത്ത് അവരെ കല്യാണം കഴിപ്പിക്കുക. അവരുടെ ചോയ്സ് ആയിരിക്കണം ഡെഫിനറ്റ്ലി മാരേജ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കപ്പിളിൻ്റെ ചോയ്സ് ആയിരിക്കണം അവരുടെ പ്രഗ്നൻസി എപ്പോൾ വേണം എന്നുള്ളത്. അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവർക്ക് പ്രഗ്നൻസി എപ്പോൾ വേണം എന്നുള്ളത്. ചിലപ്പോൾ ജോലിയൊക്കെ സെറ്റിലായി വീടൊക്കെ സെറ്റിലായിട്ട് വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഡിസിഷനായിരിക്കണം. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അവരെ ഒരു ഏർലി മാരേജിലോട്ട് തള്ളിവിടാതെ ആ സമയത്ത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ജോബ് കരിയറൊക്കെ ആയിരിക്കും. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവരുമായിട്ട് ചേർന്നൊരു മാരേജിൻ്റെ ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻസിയും അവരെ എന്താ പ്രഗ്നൻസി ആവാത്തത്, അവരുടെ അടുത്തുള്ളവർ പ്രഗ്നൻസി ആയല്ലോ, നിങ്ങളെക്കാളും മുന്നേ കല്യാണം കഴിച്ചവർ പ്രഗ്നൻസി ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യാതെ അവർക്ക് അവരുടേതായ റൈറ്റാണ് അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, അതായത് ലേറ്റായിട്ട് മാരേജ് ചെയ്യുന്നവർ, അവർക്ക് അപ്പം പ്രഗ്നൻസി ടൈമിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് ലേറ്റ് മാരേജസിലൂടെ. ഇപ്പോൾ നമുക്ക് പണ്ടൊന്നും 40 ഇയേഴ്സിന് എബോവ് നമുക്ക് അത്രയും പ്രഗ്നൻസി കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ 35 to 40 ഇയേഴ്സിനോടും IVF ഒക്കെ ഇത്രയും കോമൺ ആയി തുടങ്ങിയതിന് ശേഷം അഡ്വാൻസ് സ്റ്റേജ് ഗ്രൂപ്പിലുള്ള അമ്മമാരിൽ പ്രഗ്നൻസി വളരെ കോമൺ ആണ്. അതിന് ഈ സമയത്തായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസായ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഏജ് ഒരു റിസ്കി ഗ്രൂപ്പാണ്. അതിന് ആദ്യം തന്നെ വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. കഴിയുന്നതും നമ്മുടെ ഒരു നല്ല സമയത്ത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ പ്രഗ്നൻസി ലേറ്റ് ആവുന്നുണ്ട്, നമ്മൾ 38 ഇയേഴ്സിൽ മാരേജ് ചെയ്തു, പിന്നീട് ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യാതെ അങ്ങനെ ഒരു 40 ഇയേഴ്സിലോട്ട് പോവാതെ എത്രയും വേഗം പ്രഗ്നൻസി ആക്കുക എന്നുള്ളതാണ്. IVF പ്രഗ്നൻസീസൊക്കെ ഈ അഡ്വാൻസ് സ്റ്റേജിൽ പോസിബിളാണ്. അതോടൊപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡയബറ്റിസ് വരാൻ, ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദമൊക്കെ 37 വയസ്സ് കഴിയുന്നവർക്ക് കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡെലിവറി സമയത്ത് പോസ്റ്റ്മോർട്ടം ഹെമറേജ് അഥവാ ബ്ലീഡിങ് കൂടുതലായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും കേട്ട് പേടിക്കാനല്ല, ഇതിൻ്റെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിനെയൊക്കെ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഡോക്ടർ, ഈ പ്രഗ്നൻസി ടൈമിൽ ട്വിൻസ് ആണെങ്കിൽ അത് നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ IVF പ്രഗ്നൻസിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും ഇത്രയും എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ട്വിൻസ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് പ്രഗ്നൻസിക്ക് ആവുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഒരു ധാരണ കിട്ടാം. നാച്ചുറലി ആവുന്ന പ്രഗ്നൻസിയിൽ ആദ്യത്തെ ഒരു 6 ആഴ്ച 7 ആഴ്ച ആകുമ്പോഴത്തേക്കൊരു സ്കാൻ ചെയ്തതോടുകൂടി അപ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ആദ്യത്തെ 7 ആഴ്ചയിൽ ചിലപ്പോൾ ട്വിൻസ് ആയിരിക്കാം, പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ സിംഗിൾട്ടൺ ആയി വരുന്ന അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ അത് ഉറപ്പാക്കുന്നത് ഒരു 10 മുതൽ 12 ആഴ്ചയുള്ള സ്കാനുകളിലാണ്. നമുക്ക് ട്വിൻ പ്രഗ്നൻസി ആണോ, ഈ 2 കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെയാണോ വളരുന്നതെന്നൊക്കെയുള്ള ഉറപ്പാക്കുന്നത് ഈ 10 ആഴ്ചയ്ക്ക് ശേഷമുള്ള സ്കാനുകളിലൂടെ ആയിരിക്കും. അപ്പം നോർമൽ പ്രഗ്നൻസി പോലെ തന്നെയാണോ ട്വിൻസ് ആയിരിക്കുമ്പോഴും അതേ രീതിയിൽ തന്നെയാണോ ഒരു പേരൻറ്റിനെ, ഒരു മദറിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത്, അവരുടെ ജീവിത രീതിയെല്ലാം അങ്ങനെ ആയിരിക്കും? അല്ല, തീർച്ചയായിട്ടും അല്ല. ട്വിൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഗ്രൂപ്പിലോട്ട് വരികയാണ്. അപ്പോൾ അവരുടെ കെയർ എല്ലാം വ്യത്യാസപ്പെടും.
അവർ കഴിക്കുന്ന ആഹാരം തൊട്ട് അവർക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ കാലറീസ് ആവശ്യമായിട്ട് വരും. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും വേറെ ആയിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. കാരണം ട്വിൻസാണ്, രണ്ടുപേര് വലുതായി വരുമ്പോൾ പ്രഷർ സിംറ്റംസ്, അവർക്ക് നോസിയ, ഛർദി, വൊമിറ്റിങ് എല്ലാം വളരെ കൂടുതലായിരിക്കും. കോൺസ്റ്റിപ്പേഷൻ വരാം, അതായത് മലബന്ധം വരാം, ചിലർക്ക് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും വേറെ ആയിരിക്കും. പിന്നെ ഈ ട്വിൻസിന് തമ്മിലുള്ള അവരെങ്ങനെയാണ് വളർന്നു വരുന്നത്, ചിലപ്പോൾ അവർ തമ്മിലുള്ള രക്തയോട്ടത്തിന് വ്യത്യാസം വരാം. അപ്പോൾ ഒരു കുഞ്ഞിന് വളർച്ച കൂടുതലും ഒരു കുഞ്ഞിന് വളർച്ച കുറവും ഒക്കെ വരാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഏർലി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഏർലി ആയിട്ടുള്ള ചില ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെ ഇൻ യൂട്രോ തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്, അത് ചെയ്യേണ്ടി വരാം. അവർക്കുണ്ടാകുന്ന ഷുഗർ, പ്രഷർ തുടങ്ങിയ കോംപ്ലിക്കേഷൻസുകൾ സാധാരണ സിംഗിൾ മദറിന് ഉണ്ടാകുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും ഇവരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, കുറച്ചും കൂടെ കെയർ ഇവർക്ക് കൂടുതലാണ്. ഇവർക്ക് ഫ്രീക്വൻറ്റ് വിസിറ്റ്സുകൾ ആവശ്യമാണ്. സിംഗിൾ ടണ്ണുള്ള ഒരു കുഞ്ഞുള്ള അമ്മയ്ക്ക് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലായിരിക്കും ചെക്കപ്പിന് വരേണ്ടത്. ഇവർക്ക് 3 ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കൽ വരേണ്ടതാണ്. അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് ട്വിൻസ് 80% പോകാറുണ്ട്. വളരെ ചുരുങ്ങിയ ആളുകളിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുള്ളൂ. പക്ഷെ നമ്മളവർ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ട്വിൻസ് ആയതുകൊണ്ട് ഡെലിവറി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്? തീർച്ചയായിട്ടും ഒരു സിംഗിൾ ടൺ ഉള്ളതിനേക്കാളും കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ട്വിൻസിന്. ട്വിൻസിൻ്റെ പൊസിഷനും അതിനോടനുബന്ധിച്ചുള്ള അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവരുടെ മോഡ് ഓഫ് ഡെലിവറി പോലും, ഉദാഹരണത്തിന് സിസേറിയൻ ആണോ അല്ലെങ്കിൽ വെജൈനൽ ഡെലിവറിക്കാണോ വെക്കേണ്ടതെന്ന് പോലും നമ്മൾ തീരുമാനിക്കുന്നത്. ഓരോ കുഞ്ഞിൻ്റെയും ഹെഡിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് ഓരോന്നും ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ വളർച്ച അനുസരിച്ചിട്ടാണ് ഇത് ഇപ്പോൾ 34 വീക്സ് വരെയാണോ പോകേണ്ടത് അല്ലെങ്കിൽ 36 വീക്സിലാണോ, എപ്പോഴാണ് നമ്മൾ ഇൻ്റർവീൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡെലിവറിയൊക്കെ വെക്കേണ്ടതെന്ന് പോലും ഡിസൈഡ് ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയും കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഓക്കെ. ഇപ്പം ട്വിൻസ് ആണ് എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഹെൽത്ത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ നേരത്തെ വിവാഹം കഴിക്കുകയും ഒപ്പം ഇതുപോലെ ട്വിൻസിനെയാണ് ക്യാരി ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? അഡോളസെൻ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ വളരെ യങ്ങർ ഏജിലുള്ള പ്രഗ്നൻസിക്ക് അതിൻ്റേതായ കോംപ്ലിക്കേഷനോടൊപ്പം തന്നെ ട്വിൻസിൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്ന അവർക്ക് അനീമിയ പോലെയുള്ള അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. രക്തക്കുറവ്, വളർച്ച വരാം, കുഞ്ഞുങ്ങളിൽ ലോ ബർത്ത് വെയ്റ്റ് വരാം, പ്രീടേം ലേബർ അതായത് പ്രസവം വേദന നേരത്തെ വരാം, നേരത്തെ തന്നെ മെംബ്രെയിൻ പൊട്ടി വാട്ടർ ലീക്കേജ് ഉണ്ടാവാം. ഈ അസുഖങ്ങളിലൊക്കെ യങ്ങർ ഏജ് ഗ്രൂപ്പിലും മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ അതായത് ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ഒക്കെ വരുന്ന അമ്മമാരിലും കൂടുതലായിട്ട് കാണാറുണ്ട്. ട്രിപ്ലെറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ അവിടെ കൂടുതലായിരിക്കും, തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർ ഒരു ഹൈ റിസ്ക് ഒരു ടേർഷറി കെയർ സെൻറ്ററിലായിരിക്കണം അവരുടെ, ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജ് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്ററുകളിലായിരിക്കണം അവരെ നോക്കേണ്ടത്. ഇപ്പം ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ ട്വിൻസ് ബോത്ത് ഏതായാലും ആ കുട്ടികളെ ഹെൽത്തി ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കാര്യം 2 കുട്ടികളായിരിക്കും അല്ലെങ്കിൽ 3 കുട്ടികളെയും ഒരേപോലെ കെയർ കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ അവരുടെ ഹെൽത്ത്, അതായത് ഒരേപോലെ അവരെ ഡെലിവറി ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഓരോ തരത്തിലും ഓരോ ട്വിൻ പ്രഗ്നൻസിയും ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഇന്ന ആൾക്ക് ഇന്ന കോംപ്ലിക്കേഷൻ വരും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, ഈ ട്വിൻസ് 2 പേരും അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സും 3 പേരും ഒരുപോലെയാണോ ഗ്രോ ചെയ്യുന്നത്, ഒരാൾക്ക് വെയിറ്റ് കൂടുതൽ ഒരാൾക്ക് വെയിറ്റ് കുറവാണോ എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. ചിലപ്പോൾ ഡെലിവറിക്ക് ശേഷവും ഒരാൾ ചിലപ്പോൾ ICU അഡ്മിഷൻ വേണ്ടി വരാം, ചിലപ്പോൾ 2 പേർക്കും ICU അഡ്മിഷൻ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ഒരാൾക്ക് വെൻറ്റിലേറ്ററിൻ്റെ സഹായം തന്നെ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഓരോ കോംപ്ലിക്കേഷനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, അതിന് നമ്മൾ ബോത്ത് ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ് ആൻഡ് ഫാമിലി 3 പേരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ മാത്രം ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. പല പ്രായത്തിലുള്ള സ്ത്രീകൾ നേരിടുന്നത് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി മുതൽ അമ്മയാവുന്ന ഒരു സ്ത്രീ വരെ അനുഭവിക്കുന്ന പല കാലഘട്ടത്തിലുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും ഡോക്ടർ ഇപ്പോൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.